സോ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സെനാർ ഡയോഡിന്റെ വർക്കിങ്ങിനെ പറ്റിയാണ്. സെനാർ ഡയോഡിന്റെ വർക്കിംഗ് അല്ല, സെനാർ ഡയോഡ് എങ്ങനെ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഇപ്പം സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു 5 വോൾട്ടിന്റെ 1 to 5 വോൾട്ടിന്റെ ഒരു ബാറ്ററി ഉണ്ട്. അതുപോലെ തന്നെ 3 വോൾട്ടിൽ ഓപ്പറേറ്റ് ചെയ്യണ ഒരു LED ബൾബും ഉണ്ട്. എനിക്ക് ഈ ബൾബിനെ കത്തിക്കണം. അപ്പം നമ്മൾ സാധാരണ രീതി ഒരു ആൾ ചെയ്യണതെന്ന് വെച്ചാൽ നേരെ ഇതിന്റെ പോസിറ്റീവ് എടുത്ത് ഇവിടെ കൊടുക്കും, നെഗറ്റീവ് എടുത്ത് ഇതിൽ കൊടുക്കും. അപ്പോൾ ഇതിൽ 1 to 3 വോൾട്ട് വരെ ഈ ബൾബിന് ഒരു കുഴപ്പമില്ല, ഒന്നും സംഭവിക്കില്ല, ഗ്ലോ ചെയ്യും. പക്ഷേ ഒരു 4 to 5 വോൾട്ട് എന്ന് പറയുമ്പം ഇതിന്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജിനെക്കാളും കൂടുതലാണ്. ആ സമയത്ത് ഈ ബൾബ് തട്ടിപ്പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഈ കേസിലാണ് സെനാർ ഡയോഡിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സെനാർ ഡയോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ഡോപ്ഡ് ഡയോഡാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ചെറിയൊരു റിവേഴ്സ് വോൾട്ടേജിൽ തന്നെ ചെറിയൊരു റിവേഴ്സ് വോൾട്ടേജിൽ തന്നെ ബ്രേക്ക് ഡൗൺ സംഭവിക്കുമെന്ന് ഇതിനു മുമ്പ് പഠിപ്പിച്ചിട്ടുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള അതാണ് ഇതിന്റെ മെയിൻ പ്രോപ്പർട്ടി. അപ്പൊ അതുകൊണ്ട് ഈ സെനാർ ഡയോഡിനെ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ സർക്യൂട്ടിൽ സെനാർ ഡയോഡിനെ കണക്ട് ചെയ്യണം. സെനാർ ഡയോഡിനെ കണക്ട് ചെയ്യണം എങ്ങനെയെന്ന് വെച്ചാൽ റിവേഴ്സ് ബയാസിസ് രീതിയിൽ കണക്ട് ചെയ്യണം. റിവേഴ്സ് ബയാസിസ് രീതിയിൽ കണക്ട് ചെയ്യണം. റിവേഴ്സ് ബയാസിസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സൈഡിൽ ബാറ്ററിയുടെ പോസിറ്റീവും ഡയോഡിന്റെ പോസിറ്റീവ് സൈഡിൽ ബാറ്ററിയുടെ നെഗറ്റീവ് വരണം. ഇപ്പൊ ഇത് റിവേഴ്സ് ബയാസിസ് ആയി. ഇനി എങ്ങനെയാണ് ഇത് ഈ ബൾബിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ എടുത്തിരിക്കണെന്ന് പറഞ്ഞാൽ 3 വോൾട്ടില് ബ്രേക്ക് ഡൗൺ ആവണ സെനാർ ഡയോഡാണ്. നമുക്ക് വേണമെങ്കിൽ അത് ഡോപ്പിംഗ് ലെവൽ അനുസരിച്ചാണ് ഏത് വോൾട്ടിൽ ഇത് ബ്രേക്ക് ഡൗൺ ആവണമെന്ന്. നമുക്ക് 2 വോൾട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഡോപ്പ് ചെയ്ത്, 1 വോൾട്ട് സെറ്റ് ചെയ്യാം, 4 വോൾട്ട് സെറ്റ് ചെയ്യാം. അങ്ങനെ അത് ഡോപ്പിംഗ് ലെവൽ അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന 3 വോൾട്ടിലുള്ളത്. സോ നമ്മൾ ഫസ്റ്റ് ഈ ലൈറ്റ് കത്തിക്കാൻ പോവാണ്. നമ്മൾ 1 വോൾട്ട് കൊടുത്തു. 1 വോൾട്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റും? കറണ്ട് ഇതുവഴി പാസ്സായി ഇവിടെ എത്തും. അങ്ങനെ ബൾബ് ഗ്ലോ ചെയ്യും. ഇനി അടുത്ത് നമ്മൾ 2 വോൾട്ട് കൊടുക്കണം. 2 വോൾട്ട് കൊടുക്കുന്ന സമയത്തും ഒരു കുഴപ്പമില്ലാതെ കറണ്ട് ഇതുവഴി പാസ്സായി ബൾബ് ഗ്ലോ ചെയ്യും. ഒരു പ്രശ്നമില്ല. നമ്മളെടുത്തിങ്ങനെ ബൾബ് 3 വോൾട്ടിന്റെ അല്ലേ. 3 വോൾട്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ ഇത്രയും നേരം ഇത് റിവേഴ്സ് ബയാസിസിലാണ് ഇരുന്നത്. റിവേഴ്സ് ബയാസിസിൽ ഫസ്റ്റ് കുറച്ച് സമയം അവിടെ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് മാത്രമേ കാണുള്ളൂ, മൈനോറിറ്റി ചാർജ് വേരിയസ്. 3 വോൾട്ട് ആവുന്ന സമയത്ത് അവിടെ ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ PN ജംഗ്ഷൻ ഡയോഡിന് ഉണ്ടായിരുന്ന മറ്റേ നമ്മുടെ ബാരിയർ ഉണ്ടല്ലോ നടക്കാത്ത, ആ ബാരിയർ അവിടെ നിന്ന് വാനിഷ് ആയെന്നാണ് അതിന്റെ അർത്ഥം. അതുവഴി വാനിഷായി അവിടെ നിന്ന് കറണ്ട് ഫ്ലോ കൂടി. സോ അപ്പൊ ആ സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ 3 വോൾട്ട് കൊടുക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ കറണ്ട് ഇവിടെ എത്തിയിട്ട് ഇങ്ങോട്ട് പോകില്ല. ഇതൊരു ലോ റെസിസ്റ്റൻസ് പാത്തായിട്ട് ആക്ട് ചെയ്തിട്ട് ഇതുവഴി കറണ്ട് ഇങ്ങനെ പോകും. ഇതുവഴി കറണ്ട് ഇങ്ങനെ പോയണ സമയത്ത് കറണ്ട് ഇതുവഴി പോകും. ഇനി അടുത്ത് 4 വോൾട്ട് കൊടുക്കുമ്പോഴും കറണ്ട് ഇതുവഴി പാസ്സായി 4 വോൾട്ട് കൊടുക്കുന്ന സമയത്തും കറണ്ട് എന്ത് ചെയ്യും? ഇതുവഴി പോയിട്ട് ഇങ്ങനെ പോകും. അപ്പൊ ഇവിടെ ഡ്രോപ്പ് ആവണ 3 വോൾട്ട് മാത്രമേ ഉള്ളൂ. 3 വോൾട്ട് വോൾട്ടേജ് ഇതിന് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആവും. ബാക്കി വരുന്ന 2 വോൾട്ട് എവിടെ ഡ്രോപ്പ് ആവുമെന്ന് വെച്ചാൽ അത് ഇനി വോൾട്ട് കൂടുതൽ കൊടുത്താൽ ഡയോഡ് ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അത് പ്രിവെന്റ് ചെയ്യാനും പിന്നെ ബാറ്ററി ലൈഫ് കൂട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു റെസിസ്റ്റർ കൊടുക്കും. ആ സമയത്ത് നമ്മളിപ്പോൾ ഒരു 5 വോൾട്ട് അപ്ലൈ ചെയ്യണ സമയത്ത് ഇവിടെ 2 വോൾട്ട് ഡ്രോപ്പ് ആവും, ബാക്കി 3 ഇവിടെ ഡ്രോപ്പ് ആവും. ഇനി 10 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ
7 വോൾട്ട് 7 വോൾട്ട് ഇവിടെ ഡ്രോപ്പ് ആവും, ബാക്കിയുള്ള 3 വോൾട്ട് ഇവിടെ ഡ്രോപ്പ് ആവും. ഇങ്ങനെയാണ് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ഇത് ആക്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ മറ്റേ വീട്ടിൽ ഇരിക്കുന്ന സ്റ്റെബിലൈസറിന്റെ ഒക്കെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതായത് വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റെബിലൈസർ ഒക്കെ പണ്ട് വെച്ചിരുന്നത്. അതാണ് ഇങ്ങനെയാണ് അതിൽ വോൾട്ടേജ് റെഗുലേറ്റ് ആവുന്നത്.